പൂക്കൾ വിടർന്നു പൂക്കൾ വിടർന്നു ആശതൻ പൂക്കൾ വിടർന്നു കണിമലക്കാവിലെ ആദ്യത്തെ മുത്തുകൾ പൊന്നൊളി ചാത്തി വിടർന്നു രാഗരേണുക്കളാൽ വാരുളി ചൂടിയൻ സ്വപ്നത്തിൻ പൂക്കൾ വിടർന്നു ആശതൻ പൂക്കൾ വിടർന്നു മധുരമായി മന്ദസ്മിതങ്ങളാൽ തൂകുമീ മൗന സംഗീതമെൻ സായുജ്യം പ്രേമസാഫല്യം മധുരമായി മന്ദസ്മിതങ്ങളാൽ തൂകുമീ മൗന സംഗീതമെൻ സായുജ്യം ഓ സങ്കൽപ്പ ഭംഗി വാരിപ്പുണരും നീ സൗമ്യ സുഗന്ധമായി അലിയും നാം തമ്മിലലിയും നാം പൂക്കൾ വിടർന്നു ആശതൻ പൂക്കൾ വിടർന്നു പൂക്കൾ വിടർന്നു പൂക്കൾ വിടർന്നു പൂക്കൾ വിടർന്നു ചായ എല്ലാം മംഗളോദയമായിട്ടുണ്ട് അങ്ങുന്നേ. കാര്യം നിസ്സാരമാണെങ്കിലും സംഗതി സീരിയസ് അല്ലയോ? എന്താണോ ഈ താമസിക്കുന്നേ? ഒരു താമസവുമില്ല. പായസം തിളച്ച് വാങ്ങേ വേണ്ടു. അതല്ലടോ പറഞ്ഞേ, എനിക്കെന്റെ മോളെ കാണാൻ അങ്ങ് ധൃതിയായി. അതിന് ശൈലിക്കുഞ്ഞ് മലേഷ്യയെ നിങ്ങി വരണ്ടായോ? താൻ നെടുമ്പുരയിലോട്ട് അല്ലേ? ഹലോ, ഉണ്ട്, കൊടുക്ക. ഹലോ, അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് പത്മനാഭൻ തമ്പി. ശരി. ചേട്ടാ, ഇങ്ങോട്ട് വന്നിരുന്ന് ഇറങ്ങിക്കേ. അങ്ങോട്ട് ചെല്ലുവാളെ. You are simply nice. Silverhead. ഓ, എന്നെ തിന്നാടി മോളെ. നിനക്ക് വേണ്ടി എന്തെല്ലാം വിഭവങ്ങളാ ഒരുക്കി വെച്ചിരിക്കുന്ന അറിയാവോ? വാ. അപ്പു, മോളി കെട്ടൊക്കെ അയച്ചേ. ആ കൊണ്ടുക്കോ നോച്ചേട്ടാ. ഇതിനെടുത്തോണ്ട് പോണം.
ഡാഡി എന്തിയാ മോളെ ഇങ്ങോട്ട് വിളിക്ക്. ഓ ഈ ഡാഡിയെ കാത്തിരുന്ന് മടുത്ത് എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഡാഡി ജസ്റ്റ് എ മിനിറ്റ് മോളെ. ഐ ടോൾഡ് ഹർ നോട്ട് ടു ബ്രിങ് ഓൾ ദീസ് ഗുഡ്സ്. ഇവിടെ സമ്മതിക്കണ്ടേ? എല്ലാം കൂടെ കെട്ടിയെടുത്തോണ്ട് വന്നിരിക്കുക. കൊച്ചച്ഛൻ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വന്നൂടായിരുന്നു. അതൊക്കെ പിന്നെ ഇപ്പൊ ഭയങ്കര വിശക്കുന്നു. മലേഷ്യയിലൊക്കെ അങ്ങനെ ആയിരിക്കും. ആ ഓ ഇയാളെ പോലെ വെൽ ഡ്രസ്ഡ് ആണോന്നാ? ഓ ചിലരുടെ കണ്ണനെ വാരിയാണല്ലോ. ഉണ്ണിയപ്പം വെച്ചോ. ഇതൊന്ന് അഴിച്ചു വിരിച്ചു തരാവടാ. ഡാഡി ഇത് നോക്കി ബ്ലാക്ക് ലഡു. അത് ഉണ്ണിയപ്പാ മോളെ. ബ്യൂട്ടിഫുൾ സിൽവർ ഹെയർ. സീ ഡാഡി. That's right. വല്യച്ഛനെ വാരുകയല്ലേ. എടോ ഡാഡി തനിക്ക് എത്രാണോ അവധി? Just 2 weeks. എന്തിനാ ശേഖര താൻ ഈ വിദേശ പര്യടനമൊക്കെ നടത്തി തടി കേടാക്കുന്നത്? ഇവിടെ ഉള്ളതൊക്കെ നോക്കി നടത്താൻ എനിക്ക് വയ്യാതായി തുടങ്ങിയിട്ടുണ്ട്. തനിക്ക് ഇവിടെ ഞാൻ അങ്ങ് നിന്നുകൂടെ ഇനിയുള്ള കാലം? ചേട്ടന് പറയാൻ എളുപ്പം കഴിഞ്ഞു. So many problems ഉണ്ട് ചേട്ടാ. It cannot be solved in 1 or 2 months or even years. ഇത്തവണ കൊച്ചന്റെ കൂടെ ഞാൻ വരട്ടെ കൊച്ച? വേണ്ട വേണ്ട, ഇവിടെ ഞാൻ അങ്ങ് കഴിഞ്ഞാ മതി. ഇനി അവിടെ ഉള്ളതൊക്കെ പോയി അഴിച്ചു വിരിക്കാനായിരിക്കും. നാഷണൽ വേസ്റ്റ്. എന്ത് കുഞ്ഞു പോയിട്ട് വേണം എനിക്ക് മലേഷ്യയിൽ പോവാൻ. Take it easy ഡാ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛൻ എപ്പോഴും കളിയാക്കി ശൈലി. ദേ ഇതൊക്കെ നിനക്ക് വേണ്ടി കൊണ്ടുവന്നാ നോക്കിയേ. ഇപ്പൊ തന്നെ അച്ഛൻ അത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ബി സ്മാർട്ട്. അതൊക്കെ ഞാൻ ശരിപ്പെടുത്തി തരാം. വല്യച്ഛനെ സോപ്പിടുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. നീ കണ്ടോ? എന്റെ തലയിൽ വീഴുവേ. എന്താടാ തുണിയില്ലാതെ നിക്കുന്നേ? സാറ് പറമ്പിൽ പോയതാ. അയ്യേ പോയി കഴിയേച്ചു വാടാ. അയ്യോ പെണ്ണുങ്ങൾ മരത്തിൽ കയറുന്നേ കൂ കൂ. ചാറ് കയറി ഒരു പഴം പറിച്ചതാ. അയ്യോ എനിക്ക് വയ്യ, ഞാൻ വീഴും. വീഴുവോ? പിന്നെ തലയും കുത്തി പൊത്തോന്ന് വീഴും. പിന്നെ എനിക്ക് പഴം വേണം. ഇന്നാ തിന്നോ. ഗുഡപ്പൻ മുട്ടായി വാങ്ങിച്ചരാട്ടോ. എനിക്ക് മുട്ടായൊന്നും വേണ്ട. പിന്നെന്താ വേണ്ടേ? പറഞ്ഞാ തരോ? പറ. പാട്ട് വെട്ടി. മോനെന്തിനാ പാട്ട് വെട്ടി? മോന് പാടാൻ അറിയോ? സാറ് സ്കൂളിൽ പാട്ടുണ്ടല്ലോ. എന്നാ ഒന്ന് പാട്. പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനം കിളിക്ക്. ഗുഡപ്പൻ. വലിച്ച വലിച്ച ആന ആന. വലിച്ച എനിക്കൊന്ന് ആനപ്പുറത്ത് കയറണം. വലിച്ച വലിച്ച പ്ലീസ് വലിച്ച കേറണം. ആനകര ദൈവളെ അതിന്റെ പുറത്തുനിന്ന് കയറ്റി. ഇവിടെ വെക്കാൻ എല്ലാരും അവിടെ അവിടെ ഇല്ലാരെ. പതുക്കെ പതുക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഇനി മതി മോളി ഇറങ്ങി പോര്. എന്നെ അങ്ങുന്നേ ഈ കാണുന്നത്. അവളങ്ങ് മലേഷ്യയിലല്ലായിരുന്നോ? ഇവിടുത്തെ ആനെ കണ്ടിട്ടില്ല. കുറച്ചേരം അതിന്റെ പുറത്ത് ഇരിക്കട്ടെ.
മോളെ മതി, അത് പഠിച്ചിട്ടൊക്കെ അതിന്റെ പുറത്ത് കയറുള്ള സർക്കസ് മതി. കൊണ്ട് ഇറങ്ങി വാ. വലിയ കഷ്ടമായല്ലേ ഇത്. ഹായ്, ബ്യൂട്ടിഫുൾ. ഇങ്ങോട്ട് വാ മോളെ. ഇത് മലേഷ്യയിലും കാക്കയില്ലേ? ഇതാണ് മോളെ വല്യച്ഛൻ ഈയിടെ വാങ്ങിയ പറമ്പ്. വല്ലിച്ച മോക്കൊരു കരിക്കിടിച്ചതാ വല്ലിച്ച. ഓ, മോക്ക് കരിക്ക് കുടിക്കണം അല്ലേ? മോക്ക് 1 അല്ല 10 കരിക്ക് വല്യച്ഛൻ ടീച്ചരാവല്ലോ. ആ തെങ്ങ കയറി 5-6 കരിക്കും കിട്ടേ. ആ ഹായ്, ഇത് കൊള്ളാം. എന്താ മോക്ക് തെങ്ങ കയറണോ? ആനപ്പുറത്ത് കയറിയ പോലെ. ആനയല്ല തെങ്ങ. നല്ല ഒരെണ്ണം വെട്ടി കൊടുറോ. സ്ട്രോ ഇല്ലാതെ എങ്ങനെ വല്ലിച്ച? ആ ഇങ്ങോട്ട് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ആ വിട് വിട് വിട്. മോളെ, വല്യച്ഛന് വയസ്സായില്ലേ? നിന്നെ പോലെ ആ മതി. ആ മതി. ഓടാനും കൂടി വയ്യ. കൊല്ലാക്കൊല ചെയ്യൂ ഈ പെണ്ണ്. നിന്നെ കൊണ്ട് ഞാൻ മടുത്തു. ആനപ്പുറത്ത് കയറണം, തെങ്ങ കയറണം, ഇനി എങ്ങോട്ടും ഇല്ല നിന്റെ കൂടെ. ഇതൊക്കെ ഒരു തമാശല്ലേ വല്ലിച്ച? ചുമ്മാ വീട്ടിൽ കയറി കൂനി കൂടിയിരുന്ന ബോറടിക്കത്തില്ലയോ? മോളെ മോളെ ഓടിക്കളഞ്ഞ. പാച്ചുള്ളേട്ടാ, ഈ വല്യമ്മയ്ക്ക് എന്തെങ്കിലും കൊടുത്തു വിട്. എന്റെ മോള് ജീവിയെന്നൊന്നെനിക്ക് എന്നെ അറിയിച്ചില്ലല്ലോ. 15 കൊല്ലം കൊണ്ട് കാത്തിരിക്കല്ലേ. വാട്ട് എ നോൺസെൻസ്. എന്നെ വിടൂ. വിടാനല്ല പിടിച്ചത്. അയ്യോ, ഭയങ്കര തള്ളയാന്നോ? കൊച്ച എന്താ കണ്ണ? എന്താ കണ്ണ? പോക്കറ്റ് മണിക്ക് പോലും അച്ഛനൊന്നും തരത്തില്ല കൊച്ച. ഓ, പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടിയാ ചേട്ടനി സമ്പാദിച്ചു കൂട്ടുന്നത്? കാശ് കിട്ടിയ ഞാൻ ചീത്താവുന്ന അച്ഛൻ പറയുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, ആവശ്യമുള്ളപ്പോ നീ കൊച്ചിനെ ഇരിക്കോ, ഞാൻ അയച്ചുതരാം. ഇപ്പോ തൽക്കാലം ഇതിരിക്കട്ടെ. ആ, അനാവശ്യമായിട്ടൊന്നും ചെലവഴിക്കരുത്. ഈ രൂപ കൊണ്ട് എനിക്കൊരു കൊച്ചു കാർ വാങ്ങണം. വരട്ടെ ചേട്ടാ. പിന്നെ എന്നാ തിരിച്ച്? അതിപ്പോ എങ്ങനെ പറയാനാ ചേട്ടാ, ബിസിനസ് ട്രിപ്പ് അല്ലേ. 2 ദിവസം ബോംബെ കാണും, പിന്നെ അവിടുന്ന് ഹോണോലുലു, ഹവായി, ബഹ്റൈൻ, ഇങ്ങനെ അങ്ങ് പോകും. ഈ ഇടയ്ക്ക് 2 ദിവസം മലേഷ്യയിൽ ഇറങ്ങണം. എത്രയായാലും ഒരു 6 മാസം കൂട്ടിക്കോ. നീ എന്തിനാണ് പെണ്ണെ കരയുന്നത്? Come on, cheer up. Come on, come on. ആ, എന്താ പാച്ചുള്ളേ? ഓ, പോകാൻ നേരത്താ ഒരു യാത്ര ചോദിപ്പ്. പാച്ചുള്ളെങ്കി വാ, വന്നേ.
ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും വേണം. കണ്ടോ കണ്ടോ. ആ തോമാച്ചാ ഇങ്ങ് വന്നേ. ഇതാ ഞാൻ വരട്ടെ എന്നാ. മോളെ വരട്ടെ. ഡ്രൈവർ പോ. മോളെ വല്യച്ഛനോട് ശുണ്ഠിയൊന്നും കൂട്ടരുത് കേട്ടാ. നല്ല മോളായിട്ടിരിക്കണം. ആ റെഡി. ഗുഡ്. സോറി. ശൈലജ തമ്പി. വല്യച്ഛൻ എവിടാ? അവിടെ ഉണ്ട്. എന്നാണ് ചിരിക്കുന്നത്? കാര്യം പറ. അയ്യോ അങ്ങനെ കുഞ്ഞു വല്യച്ഛനെ കൊച്ചച്ഛനാക്കി. കൊച്ചനാക്കിയ തല തല തല. എന്താ കുഞ്ഞു പറ്റിച്ചങ്ങുന്നേ. കൊച്ചനാക്കി എന്താടാ ഇത് കണ്ടോ, ഇത് കണ്ടോ? നോക്കിയേ. കണ്ടോ നിന്നെ ഇതെവിടുന്നാ കണ്ണ? ഇതാണ് മായപ്പെട്ടി, മന്ത്രപ്പെട്ടി, ചിരിക്കും പെട്ടി, മലേഷ്യൻ പെട്ടി. ഇതെന്റെ കസിൻ സിസ്റ്റർ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാ. രോഹിണിക്ക് ഇഷ്ടമായോ? ശൈലജ വന്നോന്നറിഞ്ഞു. ചാർമോൻ എപ്പോഴും പറയും അവന്റെ ചേച്ചിയുടെ കാര്യം. എന്താ ടീച്ചറുടെ ഹസ്ബൻഡിന് ജോലി? ഒന്നും പറയണ്ട, എഞ്ചിനീയർ ആണെന്നാ പറഞ്ഞത്. കണ്ണു മടച്ചങ്ങ് വിശ്വസിച്ചു. ഓവർസിയറാ. അതൊന്നും സാരില്ലായിരുന്നു. എന്നും കുടിയും അടിയും തൊഴിയും. ഞാൻ മടുത്തു കുട്ടി. ഇപ്പൊ സസ്പെൻഷനില്ല. കൂടെ കൂടെ വരും മോനെ കാണാൻ. തല നേരെ നിൽക്കത്തില്ല. പിന്നൊരു പൂര അവിടെ.
പഞ്ചായത്ത് വിധിയുടെ പ്രൈവറ്റ് സ്വത്താണ് നീ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ശരിയാണ് പണി. തുടങ്ങി അവന്റെ പുരാണം. അങ്ങോട്ട് ചെന്ന് രണ്ട് പുകച്ചിട്ട് വരട്ടെ അമ്മേ. വേണ്ട, കണ്ടില്ല കേട്ടില്ലെന്ന് കയറി അനങ്ങായിരുന്നാ മതി. അവന്റെ നാക്ക് പൊളിച്ചതാ. നമ്മക്ക് അമാനക്കേട് പോരെങ്കിൽ അവനും വിറ്റ് ഞാനും വിറ്റ്. അതോർത്തിട്ടാ, അല്ലെങ്കിൽ നിസാരം പോലെ അവനെ പൊട്ടിച്ചു കളഞ്ഞാണ് ഞാൻ. വേറെ ആണുങ്ങളുണ്ടേ. മറ്റുണ്ടല്ലോ ആ പഞ്ചായത്ത് വിധി ഇവിടുന്ന് കുപ്പി എന്തി വിളിച്ചറിയാവനെ. അവനെന്നെ എന്നാ കുണ്ടം ചെയ്യുമെന്നാ നീ പറഞ്ഞേ. എടാ, 2 കുപ്പി കള്ളല്ലേ വാങ്ങിച്ചേ? അതെ, അതിലൊന്നെന്തി? അത് തന്നെ ഇത്. കള്ളെന്തി? ആ, അത് കുടിച്ചു. അങ്ങത് കുടിച്ചു. അപ്പുറത്തെ വേളം കാണാൻ മറന്നുപോയി. അയ്യോ, നേരാ, ഞാനതൊക്കെ മറന്നുപോയി. ഷാപ്പ് അടച്ചു കാണുമല്ലേ? നീ എവിടെ കിട്ടാനാ? ഷാപ്പ് അടച്ചു പോയി. എന്നത് മതി. പോവാ. കുട്ടിയുടെ വല്യച്ഛന എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. അതിന്റെ കരുവ. കഷ്ടം തന്നെ കേരളത്തിലെ പെണ്ണുങ്ങളുടെ കാര്യം. ഇവിടെ കോടതി വകുപ്പൊന്നും ഇല്ലേ? എല്ലാം ഉണ്ട്, പക്ഷേ കയ്യൂക്കുള്ളവനാ ഇവിടെ കാര്യക്കാരൻ. വല്യച്ഛൻ വിളിക്കുന്നു, പോട്ടെ. ശരി. എന്താ വല്യച്ഛ? എന്താ മോളെ ഇത്? നീ വന്ന്. എവിടെ പോയാലും കണ്ണെ കൂടെ കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കണ്ണനപ്പ ഇവിടെയൊന്നും കണ്ടില്ല വല്യച്ഛ. പോകണ്ടെന്ന് നോക്കണം. ഇത് മലേഷ്യൊന്നുമല്ല. ഇവിടെ പെമ്പിള്ളേർ പ്രായമായ അടങ്ങി ഒതുങ്ങി വീട്ടിനുള്ളിൽ കഴിഞ്ഞോണം. മനസ്സിലായോ? പാ പിടിച്ച്. പോക്കെന്താ അങ്ങേ വീട്ടിൽ കാര്യം? ആ ടീച്ചർ പാവല്ലേ വല്യച്ഛ? പാവമാണെ അവർക്ക് കൊള്ളാം. നമ്മുടെ നില എന്താ, അവരുടെ നില എന്താ? പോരെങ്കിൽ സദാസമയവും കള്ളു കുടിച്ച് എന്നെ ചീത്ത പറയുന്ന ഒരുത്തിനാ അവരുടെ കെട്ടിയോൻ. മോൾ അവരുമായിട്ടൊന്നും കൂട്ടുകെട്ടണ്ട. ഇതൊക്കെ എന്ത് ചെയ്യാനാ? സാധനം ഇപ്പൊ ഓടുന്നുണ്ട്. ഇതൊന്നും വേണ്ട, നാഷണൽ വേസ്റ്റാ. അച്ഛൻ മണി എത്ര ഞാൻ തിരക്കുന്നു. ഞാനും അത് തന്നെയാ തിരയുന്നത്. ഇതിനകത്ത് എവിടെയോ ഉടക്കി കിടപ്പുണ്ട് പാപിച്ചേട്ടാ. എന്തോന്നാ പാപിച്ചേട്ടെന്നോ? ആ, ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്ന എന്നെ ഇങ്ങനെ തന്നെ വിളിക്കണം. അയ്യോ എന്റെ ചേട്ടാ, പാച്ചുപിള്ളയുടെ ഷോർട്ട് ഫോം അല്ലയോ പാപി? ഫുൾ ടൈം വിളിക്കണോ? വേണ്ട വേണ്ട, കുറച്ചു കഴിയുമ്പോ വഴിയെ പോകുന്ന ഒരു വലിയങ്ങനെ കയറി കഥ അങ്ങന്നേന്ന് വിളിക്കുവോന്ന പത്മനാഭൻ തമ്പിയുടെ ഷർട്ട് ഫോമല്ലേ? ചേട്ടോ, ഊതു വന്നോ? ആ, ഒരു കാര്യം ചെയ്. ദേ, ഇവനൊരു നാഷണൽ വേസ്റ്റാ. അയ്യോ, ഇത് നാഴികമണിയുടെ നാക്കല്ലയോ? പിന്നല്ലയോ? മാറ്റ് വേസ്റ്റ്. ഓ, ഇനി നാഴികമണിക്കാ നാക്ക്. മനുഷ്യനെ പോലും നാക്കും മൂക്കുമില്ലാത്ത കാലവാ. എന്താടാ ഇത്? എടാ ചെകുത്താന്റെ മോനെ, എല്ലാം നശിപ്പിക്കാനാണല്ലോ നിന്റെ പുറപ്പാട്. നാവടക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യം. ഇവന്റെ നാവങ്ങ് അടക്കി. ഇനി പണിയെടുത്തോളൂ. ഉള്ളതാ. ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ഊത്ത് കേട്ടപ്പോ ഇവരെ 1:15 ഊതിയത്. പിന്നെ എങ്ങനെയാ അങ്ങനെ ഇവരെ വിശ്വസിക്കുന്നത്? ഇന്നാളെ റേഡിയോ അഴിച്ചു പറിച്ച് 4 വഴിക്കാക്കി. ഒരു ഫാൻ ഉണ്ടായിരുന്ന കുടലും ബണ്ടും പപ്പും പൂടയും പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെ ക്ലോക്കിനെ നാക്കം പിടിച്ചോണ്ടിരിക്കുന്നു.
ഓ മുടിച്ച് തേച്ച് അതിലൂടെ കഴിവറടാ മോനെ. ഓ ഇങ്ങനെ എടുത്തന്നെ എനിക്കായിട്ടെന്നെ വെച്ചിരുന്നല്ലോ. വന്നോളൂ ചൊറിയ. ശനിദശ ഉടനെ മാറിക്കിട്ടും. എല്ലാം ഭംഗിയായി നടക്കും. ഭാഗ്യമുള്ള കയ്യാ. ഉടനെ കല്യാണം നടക്കുന്ന ലക്ഷണമാണ്. മൂക്കി പല്ല് വന്നപ്പോഴാ കല്യാണം. ഈ കൈയല്ല ആ കൈ. അപ്പൊ ഈ കൈക്ക് കല്യാണം ഇല്ല. ഇല്ല. ശൈലി, ഇതെന്റെ കോളേജ് മേറ്റ് മോഹൻ. ഇതെന്റെ കസിൻ സിസ്റ്റർ ശൈലി. ഹലോ. എടാ നിന്റെ പെങ്ങൾക്ക് മാനേഴ്സ് അറിയില്ലേ? അതിച്ചിരി കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ നാടൽപ്പം പെശക. ഈ പെണ്ണും അത്ര മോശമൊന്നുമല്ല. എന്തോ ചെയ്യും മോഹൻ. എന്തോ എനിക്ക് ദേഷ്യം. ഇല്ലില്ല, കുഞ്ഞു പരിക്കൊന്നും വേണ്ട കേട്ടോ. ഞാനുണ്ടെങ്കിൽ കേട്ടാ അവനുണ്ടോ? ഇല്ലില്ല, അത്രയൊക്കെ ആയില്ലേ. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ വരുന്നേ, അത് മനസ്സിരിക്കട്ടെ ചേട്ടാ. ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഒരിടത്തും കൊണ്ടുപോയില്ല. ഇങ്ങനെ കയറി ഉടക്കിയ പിന്നല്ലാതെ ആരെങ്കിലും കയറി എന്നെ ഞോണ്ടും പിടിക്കും ചെയ്താൽ ഞാൻ നിന്ന് കൊടുക്കണോ? കേക്കടാ, അങ്ങനാ പെണ്ണുങ്ങള്. പിന്നെ നിന്നെ പോലെയാണ്. എനിക്ക് വല്ല എന്നെ തല്ലുകൊള്ളാൻ വയ്യ. അതിനുള്ള ആരോഗ്യമില്ല. അവനത് കളഞ്ഞു. എന്താ കഷ്ടം. എന്താ പഠിത്തം കെണിക്കാൻ? ഇവിടെ ഒരു തുണിയില്ല നിൽക്കുന്നു. ഇന്നലെ വരെ മുഖത്ത് നോക്കാൻ ധൈര്യപ്പെടാത്ത ശവങ്ങള് എല്ലാം മലേഷ്യക്കാർ കാരണമാണ്. അവിടെ ഒരു മലേഷ്യ, അവിടെ മറ്റവനെ ഞാൻ കാണുന്നുണ്ട്. കാക്ക വീശാൻ നോക്കിട്ട് കിട്ടിയില്ല സാനെ. അവിടുന്ന് Gama 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 ri,
വേണ്ട കണ്ണ, നമ്മുടെ വേട്ടക്കാരന്റെ പടം പത്രത്തില് എന്താണ് അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? പല ലോക്കപ്പിലായെന്ന മറ്റാണോ? നിനക്ക് മലയാളം വായിക്കാനും അറിയില്ല. എടി, LLBക്ക് ഫസ്റ്റ് ക്ലാസും ഫസ്റ്റ് റാങ്കും കിട്ടിയതിന്റെ പടമാ. നീ അറിഞ്ഞോ, ഞങ്ങളുടെ കോളേജിലേക്ക് അയാൾക്കൊരു ഫെലിസിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഇത് ആദ്യമല്ലയോ? ആഹാ, ലോ പഠിച്ചിട്ടാണോ പാവപ്പെട്ട പക്ഷിയെ വെടിവെച്ചത്? നീ കള്ളം പറയുവാ? കള്ളാണെ നീ ഇതൊന്നും ചോദിച്ചോക്ക്. പിന്നെ ഞാനിപ്പോ അയാളോട് ചോദിക്കാൻ പോവാ. എന്നാ നിന്റെ കോളേജ് ഡേ? നീ വരുന്നോ? രോഹിണിയുടെ ഡാൻസ് ഉണ്ട്. രോഹിണിയോ? എന്റെ ക്ലാസ്മേറ്റാ, നല്ല കുട്ടിയാ, നിനക്ക് പരിചയപ്പെടുത്തരാ. വരണമെങ്കിൽ വാ. ഓ, വല്യച്ഛൻ വഴക്ക് പറയും. എന്റെ കൂടെ വന്ന വഴക്കൊന്നും പറയില്ല. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ നാടിന് അഭിമാനകരമായ തരത്തിൽ LLB പാസ്സായ ശ്രീമാൻ സുധീറാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥി. ഈ കോളേജിലെ ഒരു ഓൾഡ് സ്റ്റുഡന്റ് എന്ന നിലയിൽ ശ്രീമാൻ സുധീർ കരസ്ഥമാക്കിയ ഈ പ്രശസ്ത വിജയത്തിൽ നമുക്ക് അദ്ദേഹത്തെ അനുമോദിക്കാം. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പത്മനാഭൻ തമ്പിയെ ഞാൻ ക്ഷണിച്ചോളൂ. കാര്യപരിപാടി അനുസരിച്ച് കാര്യപരിപാടി അനുസരിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക് പറയുക എന്നുള്ളത് എന്റെ കടമയാണ്. കാര്യമായ പുതുക്കാര്യ പ്രസക്തിയൊന്നും എനിക്കില്ലെങ്കിലും കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ആ നിലയ്ക്ക് പൊതുജനങ്ങളുടെ താല്പര്യം തന്നെയാണ് എന്റെയും താല്പര്യം. എല്ലാവരും ശാന്തരായിരിക്കുക. ഇപ്പോ ഇവിടെ കൂടിയിരിക്കുന്നവരെക്കാൾ യോഗ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥിയായ ശ്രീമാൻ സുധീറോട് ചോദിച്ചു നോക്കൂ, തമ്പിയുടെ തറവാടിത്തം എന്താണെന്ന്.
ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അടുത്തതായി സുധീർ നിങ്ങളോട് സംസാരിക്കും. ഞങ്ങളൊന്ന് കണ്ടോട്ടെ. പ്രിയമുള്ളവരെ, തളർന്നു കിടക്കുന്ന ഒരമ്മയുടെ മക്കളാണ് നാം. നമ്മുടെ ഉള്ളിൽ ഊറി നിൽക്കുന്ന ആത്മവീര്യമാണ് ഞാനിപ്പോൾ കേട്ട ഈ കയ്യടി. നമ്മളെ കൂച്ചു വിലങ്ങിട്ട് നിർത്തുന്ന ഇവിടുത്തെ മുതലാളിത്ത രാഷ്ട്രീയക്കാരുടെ നാറിയ ചിന്താഗതിയോടുള്ള പരിഹാസമാണ് ഇപ്പോൾ ഞാനിവിടെ കേൾക്കുന്ന ഈ വിസിലടി. ചങ്ങലക്കിടപ്പെട്ട നമ്മുടെ യുവത്വത്തിന്റെ നിസ്സഹായമായ രോദനമാണ് ഞാനിനി കേൾക്കാൻ പോകുന്ന കൂവൽ. എന്താണ് ആരും കൂവാത്തത്? കഴുതകളല്ല നമ്മൾ കരയാൻ, കുറുക്കന്മാരല്ല നമ്മൾ കൂവാൻ. ജ്വലിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകങ്ങളാണ് നമ്മൾ. ഒന്ന് പറയാം, നന്ദി കെട്ടവരല്ല ഇന്നത്തെ യുവജനങ്ങൾ. അവരെ സഹായിച്ചവരെ അവർക്കറിയാം, അവരെ ചൂഷണം ചെയ്തവരെയും അവർക്കറിയാം. അവരോടുള്ള പകപോക്കലിനോ നന്ദി പ്രകടനത്തിനോ മാത്രമായിരിക്കരുത് നമ്മുടെ ആവേശം ഉണരേണ്ടത്. അവരുടെ കരുണ കൂടാതെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. നമ്മൾ യോജിച്ചാൽ, നമ്മൾ സംഘടിച്ചാൽ, നമ്മുടെ വിജയത്തിന് നേരെ ഉമ്മാക്കി കാണിക്കാൻ ഒരു മുതലാളിത്വവും ഒരു ജന്മിത്വവും ഒരു പ്രമാണിത്വവും നാവനക്കില്ല. ഭീരുക്കളാകരുത് നമ്മൾ. പ്രവർത്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, ഏറെ പ്രവർത്തിക്കുക. വിജയം നമ്മോട് കൂടെ. ഈ കലാലയം എനിക്ക് തന്ന അഭിനന്ദനങ്ങളെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ജയ് ജയ് യങ് ഇന്ത്യ. നീ എന്താ ആലോചിച്ചോണ്ടിരുന്നത്? ഒന്നുമില്ല. സുധീറിന്റെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. സ്റ്റൈലി, ഇവിടെ വന്ന് മനസ്സിൽ തുടങ്ങിയാടി. എന്തു പറ്റി? സ്റ്റാർട്ട് ആവുന്നില്ല, എഞ്ചിൻ നിന്നുപോയി. കോളേജിൽ സ്വീകരണത്തിന് നടത്തിയ പ്രസംഗം കലക്കനായിരുന്നു. കുറെ ദിവസങ്ങളായി വിചാരിക്കുന്നൊന്ന് പരിചയപ്പെടണമെന്ന്. ഇന്നാണ് നേരെ കിട്ടിയത്. ആരൊക്കെയുണ്ട് വീട്ടിൽ? കാലം ആരുമില്ല. അച്ഛൻ? അമ്മയോ? യെസ്. ആരുമില്ലെന്ന് പറഞ്ഞത്? അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അമ്മ മരിച്ചിട്ടുമില്ല.
കളിയാക്കണോ? നോ. അച്ഛൻ പിണങ്ങി വേറെ താമസമാണ്. അമ്മയുടെ അരയുടെ കീഴ്പോട്ട് തളർന്നു കിടപ്പാണ്. തളർന്നു കിടക്കുന്ന ഒരമ്മയുടെ മകൻ. മെക്കാനിക്കിനെ കൊണ്ടുവന്നേ ശരിയാവും. ശൈലജയ്ക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ബാങ്ക് വരെ. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വരൂ. ഞാനൊരിക്കൽ തളർന്നു കിടക്കുന്ന അമ്മയെ കാണാൻ വരുമെന്ന് പറയണം. ശൈലജയ്ക്ക് വരാൻ കൊള്ളാവുന്നതല്ല എന്റെ വീട്. എങ്കിലും ഞാൻ വരും അമ്മയെ കാണാൻ. വെൽക്കം. ബൈ. ബൈ. നീ ഇതുവരെ എവിടെ പോയിരുന്നാ? ഞാൻ ചുമ്മാ പുറത്തോണ്ട് പോയതാ. എന്താ ഇത് കുഞ്ഞിനൊരു സാധനം വാങ്ങിച്ച. നോക്കട്ടെ. അല്ല വേണ്ട, കുഞ്ഞ് കുഞ്ഞിനെ വഴക്കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞ നോക്കാൻ പോവാ. എടാ ഇത് ഞൊങ്ങുന്നുണ്ടല്ലോ. ആ എന്നാ ബണ്ണായിരിക്കും. മലേഷ്യയിലുള്ള പെണ്ണുങ്ങൾ ഇരുന്ന് ബണ്ണ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്വല്പം തിന്നു നോക്കട്ടെ. പിന്നെ എന്താ കാണുന്നത്? ഒരു കുഴപ്പമില്ല. വലിച്ച പ്ലീസ് വലിച്ച നല്ല വലിച്ചല്ലേ. വലിച്ച ഞാൻ തിന്നും. എവിടെ കൊണ്ട് വെച്ചിരിക്കുക? അലക്കാൻ വെച്ചിരിക്കുന്ന തുണിയാ. തുറന്നേ. ഞാൻ നോക്കട്ടെ. പുറത്തെടുക്കടാ. ഞാൻ നോക്കാം. അയ്യോ ഇത് ബലൂണാണല്ലോ. ഞാൻ മേടിച്ചപ്പോ ബണ്ണായിരുന്നു, ഇപ്പൊ എങ്ങനെ ബലൂണായിരുന്നു? സ്ത്രീകൾ സ്വതന്ത്രരല്ലെന്ന ആ പഴയ ആചാരം നമുക്കൊന്ന് മാറ്റണം. വെറുതെ വേഷത്തിലും ഭാവത്തിലും മാത്രം പോരാ മാറ്റം. അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എല്ലാ മേഖലകളിലും നമ്മൾ കടന്നു ചെല്ലണം. അതിനാണ് ഈ വനിതാഗ്രാം അരങ്ങേറേണ്ടത്. ഇവിടെ കക്ഷി രാഷ്ട്രീയമില്ല, മതഭേദമില്ല. വനിതകൾക്ക് വനിതകൾ മാത്രം. അടുത്ത ഇനം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പാണ്. ചെയർമാൻ സ്ഥാനത്തേക്ക് മിസ് ഗോമതി മേനോനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു. ഐ സപ്പോർട്ട് ഇറ്റ്. സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞാൻ മിസ് ശൈലജ തമ്പിയെ നോമിനേറ്റ് ചെയ്യുന്നു. ഐ സപ്പോർട്ട് ഇറ്റ്. അപ്പോൾ പുതിയൊരു മാറ്റത്തിന് വേണ്ടി ഇന്ന് നാം പിരിയുന്നു. ശരി.
ഹലോ മലേഷ്യ. അവിടെ ഒരു വെയിറ്റ് കണ്ടില്ലേ? അമ്മ ഇരിക്കും, ഞാനിപ്പോ വരാം. വേഗം വരണം. ആരാ നിങ്ങള്? ഞങ്ങൾ വനിതാഗ്രാം പ്രവർത്തകരാണ്. അമ്മയെ കണ്ടപ്പോ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. വനിതാഗ്രാമോ? അതെന്താ? വനിതകൾക്ക് വേണ്ടി വനിതകൾ നടത്തുന്ന മഹാപ്രസ്ഥാനമാണിത്. നമ്മൾ പെണ്ണുങ്ങൾ സംഘടിച്ചാൽ ഈ നാട്ടിൽ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതിന് അമ്മയെപ്പോലുള്ളവരുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. കൊള്ളാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ അമ്മ ഒട്ടും പിന്നോട്ടല്ല കുട്ടികളെ. ഞങ്ങളൊരു പിരിവ് നടത്തുന്നുണ്ട്. എന്താണ് അമ്മയുടെ പേര്? സാവിത്രി, കോയിക്കൽ വീട്. ഞങ്ങൾ വരട്ടെ. താങ്ക് യു. കേട്ടോടോ, വീട്ടിലവന് കാശില്ലെന്നാ തോന്നുന്നത് മൂപ്പിലാന്റെ കയ്യില്. അതുകൊണ്ടല്ലേ മക്കളെ നാട് നീളെ പിരിവിന് ഇറക്കിയിരിക്കുന്നത്. ഇന്നലെ എന്റെ വീട്ടിലും വന്നിരുന്നു പിരിവിന്. വനിതാ ഗ്രാമം എന്നും പറഞ്ഞ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, നാട്ടുകാരെ മുടിക്കാൻ. മലേഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. നമ്മളെ കണ്ട ആരും കാശ് കൊടുത്തു പോകും ആസാനേ. അവളൊരു ചരക്കാണടാ, നീ ഒന്ന് കാണണം. നിന്നെ ഞാൻ മലേഷ്യയിലേക്ക് എന്നെ തിരിച്ചയക്കാൻ തീരുമാനിച്ചു. ഇന്ന് തന്നെ ശേഖരന് കമ്പടിക്കുന്നുണ്ട്. നിന്നെ ഇനി ഇവിടെ നിർത്തിയ അപകടമാണ്. തെറ്റായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വല്ലിച്ച. ഇല്ലില്ല, എല്ലാം നിനക്ക് ശരിയാ. കണ്ണുകൊണ്ട് നിൽക്കുക തെറ്റ്. പക്ഷെ അതങ്ങ് മലേഷ്യ മതി, ഇവിടെ വേണ്ട. നേരാൻ വെണ്ണം ബാക്കിയുള്ളതൊന്നും ഉറങ്ങിയിട്ട് നാളെ എത്രയായി? ഇങ്ങനെ പോയാ എന്നും ഉറങ്ങുള്ളൂ. ഈ തലമുറ ഒരിക്കലെങ്കിലും ഒന്ന് ഉണരണ്ടേ? പിന്നെ മലേഷ്യ നീ വന്നിട്ട് വേണ്ട ഇവിടുത്തെ തലമുറ ഉണർത്താൻ. എന്നെനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നീ വിശ്വസിക്കണ്ട. എന്നാ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. വാ വീട്ടിലേക്ക്. അച്ഛൻ അങ്ങനെയൊക്കെ പറയും, അതൊന്നും കാര്യമാക്കണ്ട ശൈലി. എനിക്ക് അച്ഛനെ കാണുന്ന ഇറിറ്റേഷനാ. ഞാൻ പിണങ്ങിയിരുന്നപ്പോ എന്നെ ഉപദേശിച്ച ആളാണോ ഇപ്പൊ ഇങ്ങനെ? എങ്ങനെ? അച്ഛൻ വെറുതെ ശൈലിയോട് ദേഷ്യപ്പെട്ടു വല്യമ്മേ. അച്ഛന്മാരായാൽ അങ്ങനെ ചില നേരം ദേഷ്യപ്പെടും, ചില നേരം അടിക്കുകയും ചെയ്യും. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു പോയ കുറ്റം. കുറ്റമാണ് മോളെ, തെറ്റു കുറ്റമാണ്. അടക്കമുള്ള പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങൂല. മുള്ളു എന്ന് ഇലയൊഴുന്നാല്, ഇലയെന്ന് മുള്ളിലൊഴുന്നാല് ഇലയ്ക്ക് ചേരാം. നമ്മൾ ഇലകളാണ് മോളെ, നമ്മൾ ഇലകളാണ്. എലികളാണ്. ഈ വല്യമ്മ അതിനേക്കാളും അപ്പുറം. കണ്ണൻകുട്ടി, എനിക്ക് 95 വയസ്സാണ്. ഇപ്പോഴും ഞാൻ നല്ല പയർ പോലെയാണ്. നാളിലെ ഞാൻ സുന്ദര കുട്ടിയായിരുന്നു. എന്റെ തലമുടി അഴിച്ചിട്ട കാലിന്റെ കണ്ണുവരെ പനങ്കതിര് പോലെ. ആ പനം കൊലക്കകത്ത് എത്ര പരസ്യരാക്കന്മാര് ഒളിച്ചിരുന്നിട്ടുണ്ടെന്ന് അറിയാവോ? ഈ ശ്രമത്തിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും ഒരു നേരിയ ചലനമെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. കുതികാൽ വെട്ടികളാണ് നമുക്ക് ചുറ്റും. സ്ത്രീയെ താഴ്ത്തിക്കെട്ടി തറ പറ്റിച്ച് കരുതേച്ച് കാണിക്കാൻ മടിക്കാത്തവരാണവർ. സ്ത്രീധനമെന്ന കൊള്ളക്കാശും വാങ്ങി സ്ത്രീയെ അടിമയാക്കി വെക്കുന്ന രാക്ഷസന്മാർ ഈ സമൂഹത്തിലുണ്ട്. അവരെയാണ് നാം നേരിടേണ്ടത്. സ്ത്രീയെ പരസ്യപ്പലകയിലും തിരശീലകളിലും പതിപ്പിച്ച് കീശ വീർപ്പിക്കുന്ന പണച്ചാക്കുകളുണ്ട് നമുക്ക് ചുറ്റും. അതിനെതിരായിട്ടാണ് നാം സംഘടിക്കേണ്ടത്.
ഭാരതാംബ എന്നല്ലാതെ ഭാരതാച്ചൻ എന്ന് പറയാറുണ്ടോ? ഭൂമിദേവി എന്നല്ലാതെ ഭൂമിദേവൻ എന്ന് പറയാറുണ്ടോ? വിതൗട്ട് എ വുമൻ മാൻ ഈസ് ബിഗ് സീറോ. നമ്മൾ അടുക്കളയിൽ നിന്നും അറർക്കളത്തിൽ ഇറങ്ങേണ്ട നേരം കഴിഞ്ഞു. സംഘടിക്കുവിൻ, ശക്തരാകുവിൻ. വനിതാ ഗ്രാം സിന്ദാബാദ്, വനിതാ ഗ്രാം സിന്ദാബാദ്, വനിതാ വർഷം സിന്ദാബാദ്, വനിതാ വർഷം സിന്ദാബാദ്. സ്ത്രീ സ്വാതന്ത്ര്യം വിജയിക്കട്ടെ, സ്ത്രീ സ്വാതന്ത്ര്യം വിജയിക്കട്ടെ. വനിതാ ഗ്രാം സിന്ദാബാദ്, വനിതാ ഗ്രാം സിന്ദാബാദ്, വനിതാ വർഷം സിന്ദാബാദ്, വനിതാ വർഷം സിന്ദാബാദ്. സ്ത്രീ സ്വാതന്ത്ര്യം തമ്പേദേവിയൊന്നും കാണുന്നില്ല. എന്റെ സിസ്റ്റർ ചേട്ടനെ ഒന്ന് വശത്താക്കി. അവൾ എപ്പ നോക്കിയാലും കൈ ചുട്ടിയാ നടപ്പ്. വീട്ടിലൊരു പണിയും ചെയ്യത്തില്ല. ഇന്ന് മുതൽ ഞാൻ പറയാതെ നീ പുറത്തേക്ക് പോകണ്ട. എനിക്കിന്ന് വനിതാ ഗ്രാമിന്റെ കമ്മിറ്റി ഉണ്ട് വല്ലിച്ച. വേണ്ട, ഇന്ന് മുതൽ കമ്മിറ്റിക്കൊന്നും പോകണ്ട. എന്താ വല്ലിച്ച ഇങ്ങനെയൊക്കെ? എടീ, വനിതാ ഗ്രാമം എന്ന പേരും പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾക്ക് ഈ നാട്ടിൽ എന്ത് തോന്നിയാസവും കാണിക്കണമെന്നോ നിന്റെ വിചാരം? ഒരു പ്രസ്ഥാനമല്ലേ, സംഘടനയല്ലേ എന്നൊക്കെ വിചാരിച്ച് ആദ്യമൊക്കെ ഞാൻ അനുകൂലിച്ചു. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായ നിന്റെയൊക്കെ പോക്ക് നെറികെട്ട രീതിയിലാണെന്ന്. ഞാൻ എന്ത് ചെയ്തെന്നാ വല്ലിച്ചൻ പറയുന്നേ? നീ ആരോട് ചോദിച്ചോണ്ട് ആശുപത്രി പോയി രക്തം കൊടുത്തത്? മരിക്കാൻ കിടക്കുന്ന ഗർഭിണിയായ ഒരു സ്ത്രീക്ക് രക്തം കൊടുത്ത് ജീവൻ രക്ഷിച്ചത് തെറ്റാണ് വല്ലിച്ച. പാവങ്ങളെ സഹായിക്കേണ്ടത് നമ്മളെപ്പോലുള്ളവരല്ലേ? നീ അങ്ങനെ പാവങ്ങളെ സഹായിക്കണ്ട. അതിനുള്ള സർക്കാരുണ്ട്, സർക്കാർ ആശുപത്രികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവര് നോക്കിക്കോളും. ഞാൻ പറയുന്നത് കേക്ക് വല്ലിച്ച. നീ എന്നോടൊന്നും പറയണ്ട. 15 വർഷമായി ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഞാൻ. ആരും എന്റെ നെറ്റിക്ക് നേരെ നിന്നിട്ടില്ല. ഈ പഞ്ചായത്തിലെ 7ാം വാർഡിലെ മെമ്പറാണ് കടപ്പുറ സ്കൂളിലെ ടീച്ചർ രാമൻകുട്ടി. അയാളെ സസ്പെൻഡ് ചെയ്യിക്കാൻ നീ ആരാ? കളക്ടറോ? പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാൻ സർക്കാർ നൽകിയ പാൽപ്പൊടി കരിഞ്ചന്തയിൽ വിറ്റതിനാണ് രാമൻകുട്ടി ടീച്ചറെ DO സസ്പെൻഡ് ചെയ്തത്. ഏത് DO? എടീ, ഈ DO വിറ്റതിന്റെ ബാക്കിയാ രാമൻകുട്ടി ടീച്ചർ വിറ്റത്. മനസ്സിലായോ? അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് വല്ലിച്ച ഈ നാടിന്റെ ശാപം. അവർക്കെതിരായിട്ട് വേണം വല്ലിച്ചനെ പോലുള്ളവർ പ്രവർത്തിക്കാൻ. നീ എന്നെ പഠിപ്പിക്കണ്ട. ഇന്ന് മുതൽ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചിരിക്കുന്നു. അതുപോ. ഞാൻ ചെന്നില്ലെങ്കിൽ കമ്മിറ്റി നടക്കത്തില്ല വല്ലിച്ച. നടക്കണ്ട. ഞാൻ പോയിട്ട് ഉടനെ വന്നേക്കാം. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പോവും. പോവില്ലേ? വല്ലിച്ച വരാനിടിച്ചിട്ട് പറഞ്ഞു. ഇത് വല്ലിച്ച. അവിടെ കിട. അമ്മയുടെ വല്ലിച്ച, വല്ലിച്ച, വാതിൽ തുറക്ക് വല്ലിച്ച. വല്ലിച്ച, വല്ലിച്ച, തുറക്ക് വല്ലിച്ച. നിന്റെ അച്ഛൻ ശേഖരൻ വന്നിട്ട് നിന്നെ ഇതും തുറന്നു വിടും. വല്ലിച്ച, വാതിൽ തുറക്ക് വല്ലിച്ച. വല്ലിച്ച. എന്താണ് അവിടെ? ഓ, പെൺപടം. അച്ഛൻ ഇതൊന്നും കാണുന്നില്ലേ? പൊക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോഴൊക്കെ പോയതാണോ എന്റെ തെറ്റ്? ഒരാളത് അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. തറുതല പറയും. എന്താ, എന്ത് വേണം നിങ്ങൾക്ക്? സാർ, ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നോടൊന്നും പറയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഇക്കാരികള് സ്ത്രീകളാണോ നിങ്ങള്? നിങ്ങൾ അരിച്ചു വിട്ടിരിക്കാണോ? എവിടെയെങ്കിലും എന്ത് തോന്നിയാസം കാണിക്കാൻ? എന്റെ വീട്ടിൽ കയറി അനാവശ്യം കാണിക്കുന്ന പോലീസിനെ വിളിച്ച് പറഞ്ഞാലത്തെ ഫലം എന്താണെന്നറിയാമോ? അറിയണല്ലോ സാർ, ഫോൺ ഇവിടെ ഉണ്ടല്ലോ, വിളിക്കണം സാർ. പക്ഷെ ഒരു കാര്യം,
ഞങ്ങളുടെ വനിതാ ക്യാമ്പ് സെക്രട്ടറിയെ നിങ്ങൾ വീട്ടുതടങ്കൽ വെച്ചിരിക്കുകയാണെന്ന് ഞങ്ങളൊരു പരാതി കൊടുത്താൽ അതിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാമോ തമ്പി സാറിന്? അച്ഛനും മോക്കും എല്ലാം ഒരുപോലെ ഇവിടെ പൗരത്വം. ആര് പറഞ്ഞു അവൾക്കൂടെ പൗരത്വം ഉണ്ടെന്ന്? ഇല്ലേ? അപ്പൊ സാർ ഇന്റർനാഷണൽ ക്രിമിനലാ. തുറന്നു വിടടാ. പഞ്ചായത്ത് പ്രസിഡന്റ് നീതി പാലിക്കൂ. വല്ലിച്ച, വല്ലിച്ച, എന്നോട് ക്ഷമിക്കൂ വല്ലിച്ച. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. നമസ്കാരം. 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 ആരാണ്? വി ആർ മെമ്പേഴ്സ് ഓഫ് ദി ലോക്കൽ ലേഡീസ് ക്ലബ്. ഓ, മിസ് ശൈലജ തമ്പി. അതെ സർ. അകത്തേക്ക് വരൂ. ഇരിക്കൂ. പ്ലീസ്. എന്താ പറയാനുള്ളത്? സാറി നാട്ടിലെ പോലീസ് അധികാരിയാണെന്നും സ്ത്രീകളുടെ പ്രത്യേകിച്ച് യുവതികളുടെ ന്യായമായ അവകാശങ്ങളുടെ സംരക്ഷണ ചുമതല. കാര്യം പറയണം. യുവതികൾക്ക് വഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സാർ ഇന്ന്. പൂവാലന്മാരുടെ ശല്യം മുക്കിന് മുക്കിന് കൂടി വരുന്നു. ചില പ്രമാണിമാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും അനുസരണയില്ലാത്ത ആൺമക്കളാണ് സാർ അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ അങ്ങയോട് അപേക്ഷിക്കാനാണ് സാർ ഞങ്ങൾ വന്നത്. ന്യായമായ ആവശ്യമാണല്ലോ. തീർച്ചയായും എന്റെ സഹായം പ്രതീക്ഷിക്കാം. ഒരു കാര്യം ചെയ്യൂ, ഒരു പെറ്റീഷൻ എഴുതി സ്റ്റേഷനിലേക്ക് അയക്കൂ. ഒരു കോപ്പി എനിക്കും തരൂ. ഓക്കെ, സീ യു. എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. ശൈലജയുടെ വല്യച്ഛൻ ഈ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. എന്നിട്ടും അവരൊക്കെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിലാണ് എനിക്ക് അതിശയം. അതിലെന്തിത്ര അതിശയിക്കാൻ? ഇത് മലേഷ്യയല്ലല്ലോ സുധി, ഭാരതല്ലേ, മഹാഭാരതം. ഈ ഭാരതത്തിന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച വീര വനിതകളെ ശൈലജയ്ക്കറിയില്ലേ? അതിലൊരാളായിത്തീരുന്ന ശൈലജ. അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. എങ്കിലും ഒരു വനിതാ വർഷം കൂടി കടന്നു പോയിരിക്കുന്നു. പക്ഷേ സ്ത്രീകൾ ഇന്നും പുരുഷന്റെ അടിമകളാണ്. പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നതൊക്കെ കൊള്ളാം. ഞങ്ങൾ പുരുഷന്മാരുടെ കാര്യം കൂടി ഒന്ന് ഗവനിക്കണം. ആലോചിക്കട്ടെ. ആലോചിച്ചാൽ മാത്രം പോരാ, പരിഗണിക്കണം. എന്താ? സ്വാതന്ത്ര്യത്തിന് വേണ്ടി വനിതകൾ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായിരിക്കുന്നു. എന്താണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യം? അവിടെയാണ് പലർക്കും തെറ്റുപറ്റിയിരിക്കുന്നത്.
അന്തർദേശീയ വനിതാ വർഷം ആചരിച്ചു കഴിഞ്ഞിട്ടും പലർക്കും, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക്, സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പൊരുൾ അറിഞ്ഞുകൂടാ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സമത്വം സൃഷ്ടിക്കുകയാണ് സ്ത്രീ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പരക്കെയുള്ള ധാരണ. പക്ഷേ അതല്ല സ്ത്രീ സ്വാതന്ത്ര്യം. സ്ത്രീകളിൽ അധികം പങ്കും ഇന്നും ഉറങ്ങുകയാണ്. വീട് സൂക്ഷിക്കുകയും മക്കളെ പ്രസവിക്കുകയും ചെയ്ത് കുടുംബത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് ഗ്രാമീണ സ്ത്രീകളിൽ അധികവും. വീടിനേക്കാൾ വലിയൊരു നാട് നമുക്കുണ്ടെന്ന കാര്യം നാം മറന്നിരിക്കുകയാണ്. നാടിനെ സംരക്ഷിക്കേണ്ട, കെട്ടിപ്പടുക്കേണ്ട ചുമതലയെപ്പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഗ്രാമോദ്ധാരണത്തെ പറ്റി നാം ആലോചിക്കാറുണ്ടോ? അതിനുവേണ്ടി നാം പ്രവർത്തിക്കാറുണ്ടോ? അമ്മയും ഭാര്യയും സഹോദരിയും കാമിനിയും ഒക്കെയായ സ്ത്രീക്ക് സ്വന്തം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ സഹോദരന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നാടിന്റെ ഉന്നതിക്ക് വേണ്ടി നാം പ്രവർത്തിക്കണം. അതിന് നമുക്ക് കഴിയണം. അമ്പലത്തിലോ പള്ളിയിലോ മറ്റ് ആരാധനാ സ്ഥലങ്ങളിലോ പോകുന്ന വിശുദ്ധിയോടുകൂടി നമുക്ക് കർമ്മമണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കാം. പട്ടണങ്ങളിൽ സൊസൈറ്റി കൾച്ചർ പറഞ്ഞ് അഴിഞ്ഞാടുകയല്ല, മറിച്ച് ക്രിയാത്മകമായ, സൃഷ്ടിപരമായ, സർഗാത്മകമായ, ചാരിറ്റബിൾ ആൻഡ് പ്രോഗ്രസീവ് നല്ല നല്ല കാര്യങ്ങൾ. അതിന് ഒരു ഭർത്താവും എതിർക്കില്ല. എതിർത്താൽ അവരെ കാര്യം സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ പിന്തുണയോടെ പ്രവർത്തന മണ്ഡലത്തിൽ ഇറങ്ങണം. അവിടെയാണ് കർമ്മശുദ്ധി. പ്രിയമുള്ളവരെ, നമ്മൾ പടുത്തുയർത്തിയ ഈ നഴ്സറി സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് ശ്രീ പത്മനാഭൻ തമ്പിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, വനിതാ ഗ്രാമപ്രവർത്തകരെ, ഈ പഞ്ചായത്തിലെ യുവതികളുടെ ശ്രമഫലമായി ഇവിടെ പടുത്തുയർത്തിയ റോയൽ കമ്മ്യൂണിറ്റി ഹാളിന്റെയും വനിതാ നഴ്സറി സ്കൂളിന്റെയും ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചുകൊള്ളുന്നു. അച്ഛനെന്താ വീട്ടിൽ വരാത്തത്? ഞാനവിടെ നിഷിദ്ധമല്ലേ, പിന്നെ ഞാൻ എന്തിനാ അവിടെ ഒരു ഭാരമായി കൂടുന്നു? അച്ഛൻ പണം സമ്പാദിക്കാൻ കണ്ടുപിടിച്ച മാർഗത്തോട് എനിക്ക് എതിർപ്പാണ്. എടാ, എന്റെ ശമ്പളം നിന്റെ അമ്മയുടെ മരുന്നിന് പോലും തികയില്ല എന്ന് നിനക്കറിയാമോ? അച്ഛന്റെ പാപത്തിന്റെ ശമ്പളമാണ് തളർന്നു കിടക്കുന്ന എന്റെ അമ്മ. എന്നാണ് നിന്റെ ധാരണ? അവൾ ആദ്യമായി തളർന്നു വീണപ്പോൾ അവളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതുവരെ ഒരു കൂട്ടിയത് അത്രയും ഞാൻ തീർത്തു. ഒരു ഡോക്ടറായിട്ട് പോലും എനിക്ക് അവളെ ചികിത്സിക്കാനാവാതെ വന്നപ്പോൾ ഞാൻ പാരിതോഷികങ്ങൾ വാങ്ങി. അമ്മ മരിക്കുന്നവരെ ഈ കിടപ്പ് കിടന്നാലും അച്ഛന്റെ ഈ കാശ് അതിനു വേണ്ടി ചെലവാക്കണ്ട. അമ്മയുടെ നിർബന്ധം സഹിക്കാതായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ ഇഷ്ടമുള്ളപ്പോൾ വീട്ടിലേക്ക് വരാം. പാച്ചോളി ചേട്ടോ, പാവി ചേട്ടോ, പാച്ചോളി ചേട്ടാ, അച്ഛന്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടോന്ന് ഒന്ന് പോയി നോക്കിയേ. അച്ഛന്റെ വണ്ടിയാണോ? കുഞ്ഞിന്റെ വണ്ടി? ആ. ഞാൻ പോയി നോക്കാനോ? കുഞ്ഞിന് വേണ്ടിയോ? നോക്കില്ല. എന്നാ ഇതൊന്നും ഒഴിക്കാതെ തന്നെ ഓടുന്ന വണ്ടികളുണ്ട് ഇപ്പോഴ്. ഈ ചാവേരിയൊക്കെ വിറ്റ് കാശാക്കും കുഞ്ഞേ. എന്താ പാച്ചോളി ചേട്ടൻ വേണോ? ആ, എനിക്കാ ഇപ്പം വണ്ടി. ഞാൻ തന്നെ ഒരു വണ്ടി അയച്ചിരിക്കുക. പിന്നെ എന്തിനാ വെറുതെ പാച്ചോളി ചേട്ടാ കിടന്ന് വായിട്ടലക്കുന്നത്? ഇത് വായിട്ടലയൊന്നുമല്ല, ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പത്രം വായിക്കാം. ആ, ഇനി മറ്റേ വണ്ടി എങ്ങനെയാ ഓടുന്നത്? പെട്രോൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് വണ്ടി വഴിയിലിട്ട് തള്ളി വെറുതെ നാശമായി. ഇപ്പൊ കണ്ടോ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആയത്? ഓ, എന്തിനാ കുഞ്ഞേ, ഇതൊക്കെ നാഷണൽ വേസ്റ്റാ. കണ്ണാ, അയ്യോ, കണ്ണാ, എന്താ അച്ഛാ?
അതവിടെ ഇട്ടേച്ച് നീ ഇങ്ങോട്ട് വാ. ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ഇന്ന് മുതൽ എന്റെ കാർ നീ ഉപയോഗിച്ചു, സൂക്ഷിക്കണമെന്ന് മാത്രം. ഇതാ താക്കോല്, ഇനി അത് നിനക്കൊള്ളാം. ഹലോ മലേഷ്യ. എടാ, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയത്. ആ വക്കീലും അവളും തമ്മിൽ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ എച്ചിലെ അവൻ തിന്നു. ആദ്യം മോഹൻ അവളെ ഒന്ന് സ്വാദം നോക്കും. എടാ, ഇപ്പൊ തന്നെ ആ വനിതാഗ്രാമിന്റെ പേരിൽ കേസും വഴക്കുമായിട്ടൊക്കെ കിടക്കുക. അതിനിടയ്ക്കാണ് നിന്റെ ഒരു പ്രേമം. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നിനക്കൊന്ന് ഉശിരില്ലടാ പുള്ളികളെ. നിന്റെ ഒന്നും സഹായമില്ലാതെ ഞാനൊന്ന് നോക്കട്ടെ. വളയ്ക്കാതെ നേരെ പിടിക്കരുത്. ലോറി ലോറി. അയ്യോ, നിന്നുപോയി. അയ്യോ, ഇത് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. ഇനി തള്ളിയെങ്കിലേ പറ്റൂ. എല്ലാം ഇറങ്ങി തള്ളു. ഓ, കഷ്ടം തന്നെ. ഒന്ന് തള്ളിയാ മതി, ഇപ്പൊ സ്റ്റാർട്ട് ആവും. നീ ഇറങ്ങടി. ആ, തള്ളിക്കോ തള്ളിക്കോ. വേഗം തള്ളു. തള്ളാൻ ആള് വേണോ? വേണ്ടായേ, ഞങ്ങൾ തള്ളിക്കോളാം. രക്ഷയില്ല. ഒമാരെ വിളിച്ചാലോ? നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? രോഹിണി, നീ കയറിയിരടി, ഞാൻ തള്ളാം. ശൈലജ വേണ്ട, അവക്കറിയാൻ വയ്യ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ക്ലച്ചി ചവിട്ടിക്കൊള്ളണം. സ്പീഡ് ആയ ഉടനെ ക്ലച്ചിന്ന് കാലെടുക്കണം. സ്റ്റാർട്ട് ആയ ഉടനെ ബ്രേക്ക് ചവിട്ടണം. മനസ്സിലായോ? ഇവിടെ ശരിക്കും തള്ളുന്നില്ല. ഒന്ന് ശരിക്ക് തള്ളടി. വേഗം. അങ്ങോട്ട് തിരിക്കേ. എങ്ങോട്ടാ കൊണ്ടുവന്നത്? നേരെ കൊണ്ടുപോയി. വണ്ടി വിട്ടോ. ഇന്ന് വരെ വണ്ടിയിൽ തള്ളി കൊക്കയിലിട്ടത് പിടിക്കവിടെ. കണ്ണൻ, സത്യം പറയൂ, കാരെന്തെങ്കിലും? ആ കുട്ടിയെ നുള്ളി നോവിക്കാൻ പോലും എനിക്കാവില്ല സർ. പിന്നെ ഈ കേൾക്കുന്നതൊക്കെ എനിക്കറിയില്ല സർ. കണ്ണനെ പറ്റി മറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഈ കേസ് കഴിയുന്നതുവരെ കണ്ണൻ കോളേജിൽ വരണ്ട. സ്റ്റുഡൻസ് ആ ഇളകി നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ വീട്ടിലേക്കുള്ളൂ. ശരി സർ. എന്താ സാർ? സെക്കൻഡ് ഡി സിയിലെ മോഹൻകുമാറിന് വരാൻ പറയൂ. ശരി സാർ. So, Mr. Galsworthy, in his famous drama, Strife, describes... Mohan, stand up. വില്ലൻ ചുമയാണ് സാർ. വില്ലനാണെന്നറിയാം, പക്ഷെ ചുമച്ചു തുടങ്ങി ഇപ്പോഴാണ് അറിഞ്ഞത്. ആരാടോ വില്ലന്റെ ഹീറോ? ആരാ എടുത്തിട്ട് ചളിക്കുന്നതെന്ന്? ചോര തുപ്പി തുടങ്ങിയോ? തുപ്പുന്ന തന്റെ മുഖത്തായിരിക്കും. മോഹൻ, ആ മോഹനെ പ്രിൻസിപ്പൽ സാർ റൂമിലോട്ട് എല്ലാം പറഞ്ഞു. മോഹൻ, യു ആർ വാണ്ടഡ് ബൈ ദി പ്രിൻസിപ്പൽ. കാര്യമൊക്കെ കൊള്ളാം. സർക്കിൾ ഇൻസ്പെക്ടർ മകനാണെന്നുള്ളത് കൊണ്ട്
നിയമം കയ്യിലാണോന്ന് ധരിക്കരുത്. പാവപ്പെട്ട കുട്ടികളെ ഉപദ്രവിച്ച് ഇവിടെ തുടരാമെന്നും കരുതണ്ട. അടിയന് വിട വാങ്ങാമോ? യു ഷട്ട് അപ്പ്. സന്തോഷം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ആ ഇരിക്കേ, നിങ്ങൾ ഇരിക്കേ, ഇരിക്കേ നിങ്ങള്. കൊള്ളാം കൊള്ളാം, ഇരിക്കേ ഇരിക്കേ. അവിടെ ഇങ്ങോട്ട് മാറിയിരിക്കേ, ഇങ്ങോട്ട് അടുത്തിരിക്കേ. സുഹൃത്തുക്കളെ, വളരെ വ്യക്തമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. രോഹിണിയുടെ യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാതെ ഈ സമരത്തിൽ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഈ ഗ്രാമത്തിന്റെ കണ്ണിലുണ്ണിയായിരുന്ന രോഹിണിയെ മനഃപൂർവ്വം കാറുമറിച്ചു കൊല്ലുകയായിരുന്നു. നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു കാര്യമാണിത്. വിദ്യാർത്ഥികളെ, രോഹിണിയെ കൊന്ന മലേഷ്യക്കാരിയെയും അവരുടെ വലിയച്ഛൻ പഞ്ചായത്ത് വിഴുങ്ങയും ഒരു പാഠം പഠിപ്പിക്കണം. അതിനുവേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ സമരം. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്! വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്! മോനെ കോളേജ് വെച്ച് പഠിപ്പിച്ച സമ്മാനം അല്ലേടാ? ഞാൻ ഒരാഴ്ചക്ക് പ്രിൻസിപ്പലിന്റെ വാർണിംഗ്, അതിനു മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് താക്കീത്, ഇപ്പോഴിതാ വക്കീൽ നോട്ടീസ്. എന്നിട്ട് ഒരു കൂസറമില്ലാതെ പറയുന്ന കേട്ടില്ലേ? നാണം കെട്ടവൻ. ഇനി എന്റെ കണ്ണുവരെ കണ്ടുപോരുത്. ഒക്കെ അവിടുന്ന്. കഴിക്കു കുഞ്ഞെ, എത്ര നേരമായി ഇങ്ങനെ വരച്ചും കൂച്ചിരിക്കാൻ തുടങ്ങിയിട്ട്? ഒരിക്കലും നന്നാകാത്ത ഈ നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ട് ഇപ്പൊ എന്തായി? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുകയില്ല. ആയിക്കോ, മാറിയട. ഞാൻ നാണം കെട്ട് ലക്ഷ്മി. ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷന്റെ പടി കയറിയിട്ടില്ലാത്ത ഞാൻ ആ സർക്കിളിന്റെ കാല് വരെ പിടിച്ചു. ഇനി വയസ്സുകാലത്ത് എത്ര തവണ കോടതി കയറേണ്ടി വരുവോ ആവോ. എല്ലാം തലവിധി എന്ന് പറഞ്ഞാ മതി. ഇനി വനിതാഗ്രാമിലേക്കൊന്നും ഞാനില്ല. രോഹിണി മരിച്ചെന്നറിഞ്ഞപ്പോഴേ ഞങ്ങളുടെ അപ്പം പറഞ്ഞു, ഇനി വനിതാഗ്രാമിന്റെ പടി കടന്ന കാട് തല്ലി ഒടിക്കുന്നു. അതിന് വനിതാഗ്രാം എന്ത് പിഴച്ചു? ആരുടെയും സ്വന്തം സംഘടനയൊന്നും അല്ലല്ലോ വനിതാഗ്രാം. അവരെ അങ്ങ് പുറത്താക്കണം. അതന്നെ. ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് ആ മലേഷ്യക്കാരി അങ്ങ് കളയണം. വനിതാഗ്രാമിന്റെ ഭാരവാഹികളാണെന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു വെയിറ്റ് ആയിരുന്നു. രോഹിണിയുടെ മരണം കൊലപാതകമാണെന്ന് ഞാൻ കരുതണില്ല. അവളെ കൊന്നിട്ട് ശൈലിക്കുന്നത് നേടാനാ? എടി, രോഹിണി അവളെ കടത്തിവിട്ടുമെന്ന് അവൾക്ക് തോന്നിക്കാണും. അതുകൊണ്ടല്ലേ വണ്ടി തള്ളി കൊക്കയിലിട്ടത്. വാർഡൻ വരുന്നു. എന്താ ഇവിടെ എല്ലാരും കൂടിയിരിക്കുന്നേ? എല്ലാരും അവരവരുടെ റൂമിൽ പോയി. കരുണാമയനായ കർത്താവേ, എന്റെ നോവുകൾ അങ്ങ് അറിയുന്നില്ലേ? എന്റെ വേദന കാണുന്നില്ലേ? എത്ര നാൾ ഞാൻ ഈ കയ്പനീർ കുടിക്കണം? എന്നിൽ നിന്നും ഈ പാനപാത്രം തിരിച്ചെടുക്കണമേ. പിതാവിനും പുത്രനും റൂഹാക്കും. എന്താ അവിടെ നിന്നത്? കുഴപ്പമൊന്നുമില്ല.
സസ്പെൻഷനിൽ അതിന്റെ സങ്കടമാ. എത്രയായാലും കുര്യച്ചൻ നീ കളയാൻ ഒക്കുമോ ശൈലി? കളയണോന്ന് ആര് പറഞ്ഞു? കളയരുതെന്നേ ഞാൻ പറയൂ. വനിതാ ഗ്രാമിൽ എനിക്കെതിരായി പ്രചരണം നടക്കുന്നൊക്കെ കേട്ടല്ലോ. അസൂയക്കാരികളാ 90%. ശൈലിക്കൊരു വീഴ്ച പറ്റി കാണാൻ കാത്തു നിൽക്കല്ലേ ചെന്നായിക്ക. ഞാൻ എന്ത് തെറ്റിയതു ടീച്ചർ? തെറ്റിയും തെറിച്ചും നടന്ന കുറെ അലവലാദികളെ സംഘടിപ്പിച്ച് ഇത്രയൊക്കെ ആക്കി തീർത്തില്ലേ? അത് തന്നെയാ തെറ്റ്. അവിശ്വാസ പ്രമേയം പാസാക്കി ശൈലജയെ പുറത്താക്കും പോലും. എന്തിനാ അവിശ്വാസ പ്രമേയം? അധികാരമോഹികളല്ലേ എല്ലാം. ശൈലജയുടെ കസേര തട്ടിയെടുത്താ പിന്നെ കൈയിട്ട് വരാമല്ലോ. നിങ്ങളെയൊക്കെ കാണാൻ വന്നതാ. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ശൈലജ മേലിവിടെ കണ്ടുപോകരുതെന്ന വാർഡൻ പറഞ്ഞിരിക്കുന്നത്. നിന്നെ ഇവിടെ കണ്ടാൽ വാർഡൻ ഞങ്ങളെ വഴക്കു പറയുന്നത്. ഞാൻ പോകുന്നു. പട്ടികളെ പല തവണയും കൊള്ളി പുറത്ത് കുഞ്ഞിനെ പുറത്തിട്ട് കളറക്കല്ലേ എന്റെ ദൂരെ അമ്പരം കവിളിൽ കുങ്കുമം ദൂരെ അമ്പരം കവിളിൽ കുങ്കുമം ദൂരെ അമ്പരം കവിളിൽ
കുങ്കുമം നീയോ കറങ്ങും പമ്പരം നിൻ മനസ്സിൽ നൊമ്പരം ദൂരെ അമ്പരം കവിളിൽ കുങ്കുമം സ്വപ്നങ്ങളുറങ്ങുന്ന നിൻമിഴിക്കോണുകൾ നിദ്രയില്ലാതെ നനയുന്നുവോ സ്വപ്നങ്ങളുറങ്ങുന്ന നിൻമിഴിക്കോണുകൾ നിദ്രയില്ലാതെ നനയുന്നുവോ മനം ഇടയുന്നുവോ നിശയുടെ യാമങ്ങളിൽ എന്റെ ഓർമ്മകളിൽ വന്നു നീ തെളിയും നിശാഗന്ധി പൂവിതള ദൂരെ അമ്പരം കവിളിൽ കുങ്കുമം രാവിൽ വിരിഞ്ഞൊരു മലരേ നിൻ നിറമോ മണമോ ഏതുവായി രാവിൽ വിരിഞ്ഞൊരു മലരേ നിൻ നിറമോ മണമോ ഏതുവായി നീ നിയതിക്ക് ഹോമ പുഷ്പമാ പുഷ്പമായി ദൂരെ അമ്പരം കവിളിൽ കുങ്കുമം നീയോ കറങ്ങും പമ്പരം നിൻ മനസ്സിൽ നൊമ്പരം ദൂരെ അമ്പരം കവിളിൽ എന്താണ് ശൈലി ഈ രാത്രിയില്? എനിക്ക് സുധിയുടെ അമ്മയെ കാണണം. അമ്മയെ കാണുന്നതിന് രാത്രി വരണോ? പകൽ വന്നൂടെ? ഈ രാത്രിയിൽ വരേണ്ടി വന്നു. അമ്മയുടെ അകത്തുണ്ട്, വരൂ. ഇതാരാ മോനെ? ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, അദ്ദേഹത്തിന്റെ അനിയന്റെ മകളാ, ശൈലജ തമ്പി. ഓ, ശൈലജ. ഇരിക്കും മോളെ. മോളെന്താ ഈ രാത്രിയില്? ഒന്നുമില്ല, വെറുതെ അമ്മയൊന്ന് കാണാൻ. അതൊന്നുമല്ല, എന്തെങ്കിലും കാണും. അമ്മേ, ഞാനിപ്പോ വരാം. എങ്ങനെയുണ്ട് വനിതാഗ്രാമ പ്രവർത്തനങ്ങൾ? സുധീർ എന്നോടെല്ലാം പറയും. പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലേ വിജയിക്ക് കൂട്ടി. ധൈര്യമായിരിക്കണം. ഇവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ ഇളക്കി വിട്ടത് സുധീരാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആൾക്കാർക്ക് എന്താ പറയാൻ പറ്റാത്തത്?
ശൈലിക്കുഞ്ഞേ, മോളെ ശൈലിക്കുഞ്ഞേ. ഓ, ആ കണ്ണൻ കുഞ്ഞിന്റെ ഒരു മെക്കാനിസമേ. ലൈറ്റ് അടിക്കണോ? എന്റെ ലൈറ്റ് ഒന്ന് കത്ത്. ദേ, രണ്ടും രണ്ട് പാത്രമായി. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. അവള് വല്ല അവയവം കാണിക്കുവോ? അങ്ങനെ സമാധാനമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ലെന്ന്. കുഞ്ഞിങ്ങി വരും, നമുക്ക് നോക്കിക്കളയാം. വാ. ഭഗവാനെ, ഒരു സമാധാനം കിട്ടുന്നില്ല മനസ്സിന്. ഞാൻ എന്തായി കാണിക്കാം? ലൈറ്റ് അടിക്കണോ? ചുമ്മാ ഉപയോഗമില്ല. ഇറങ്ങോട്ട്. ഇപ്പൊ നല്ല പ്രകാശമുണ്ട് അല്ലേ? വാ. ശൈലജ ഇങ്ങോട്ട് പോന്നോ? ഞാനിപ്പോ കാപ്പിട്ട് വരാം. വേണ്ട സുധി. എന്താണ് ശൈലജയ്ക്ക് ഒരു വല്ലായ്മ? എന്തു പറ്റി? ഇതുവരെ എന്നെ മലേഷ്യയിലേക്ക് തിരിച്ചയക്കാൻ തിടുക്കം വല്യച്ഛനായിരുന്നു. എന്നാൽ ഇപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ മലേഷ്യയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന്. ശൈലജ ഇത്ര ധൈര്യമില്ലാത്തവളായാലോ? പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലേ വിജയം കൈവരൂ. നീ ഒരു മഹാപ്രസ്ഥാനമാണ് വളർത്തിയെടുത്തിരിക്കുന്നത്. വല്യച്ഛൻ ഇന്നും വഴക്ക് പറഞ്ഞോ? വല്യച്ഛൻ വഴക്ക് പറഞ്ഞാലല്ല എനിക്ക് ദുഃഖം. ഒരിക്കൽ എല്ലാവർക്കും എന്നോട് ഇഷ്ടമായിരുന്നു. എല്ലായിടത്തും ഞാൻ ഓടിയെത്തിയിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും എന്നെ വെറുക്കുന്നു, ആക്ഷേപിക്കുന്നു. ശ്രുതിക്കറിയാമോ, എന്റെ 4ാമത്തെ വയസ്സിലാണ് എന്റെ അച്ഛൻ എന്നെ മലേഷ്യയിലേക്ക് കൊണ്ടുപോയത്. എനിക്ക് പ്രായമായപ്പോ അച്ഛന്റെ വാക്കിലൂടെ മാത്രം ഞാൻ കണ്ടിരുന്ന എന്റെ നാട് കാണാൻ എനിക്ക് കൊതിയായി. ഞാൻ ഓടിയെത്തി എന്റെ നാട് കാണാൻ, നാട്ടാരെ സ്നേഹിക്കാൻ. പക്ഷേ എനിക്കെല്ലാം മതിയായി സുധി, മതിയായി. കരയാതിരിക്കൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരാൾ എപ്പോഴും ശൈലജയോടൊപ്പം കാണും. മുട്ടു വിടർന്നപ്പോൾ നിലത്ത് വീണുപോയ ശലഭം പൂവിലേക്ക് മടങ്ങുന്നു. കവിതയാണല്ലോ. അതെ, കവിതയെ ഉൾക്കൊള്ളാൻ മനസ്സുള്ള ഒരു മുറിക്കവി. ചിരിക്കൂ. ഇനിയും ചിരിക്കൂ. ലൈറ്റ് പൊക്കി പിടിക്കേ. ശൈലജ, വല്യച്ഛൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ ചെയ്തല്ലേ മോളെ? വാ, വീട്ടിനകത്ത് വേണ്ട, വല്യച്ഛനെ വിളിക്കണ്ട. നിന്റെ അപ്പനും ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നടി. ഞാൻ അവനെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാ പിന്നെ എന്നെ കൊണ്ട് സുല്ലിടിച്ച് തോറ്റം പാടിച്ചിട്ടേ അടങ്ങാറുള്ളൂ. ആ വാശി തന്നെ നിനക്കും. നിങ്ങളോടൊക്കെ തോക്കുന്നത് ഈ വല്യച്ഛന് സന്തോഷമുള്ള കാര്യമാണ് മോളെ. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് ഈ വല്യച്ഛനെ തോപ്പിക്കാനും കൊച്ചാക്കാനും ശ്രമിക്കരുത്. അത് മാത്രമാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്. വാ കുഞ്ഞ, വാ വാ. ഒരു ഉപകാരം ചെയ്തു തരാമോ ഡോക്ടർ? പണം. സിസ്റ്റർ പറയൂ. പണം എത്ര വേണമെങ്കിലും തരാം. എന്താണ് വേണ്ടതെന്ന് പറയും. നാളെ തൊട്ട് 4 ദിവസം ഞാൻ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ആണെന്നൊരു സർട്ടിഫിക്കറ്റ് തരണം. എന്തിന്? നാളെ തൊട്ട് NCC കമ്പൽസറി ക്യാമ്പ് തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ ഡോക്ടർ. ഈ ദിവസങ്ങളിൽ തനിക്കിവിടെ കിടക്കാമോ? അയ്യോ, രോഗമൊന്നുമില്ലാതെ ഇവിടെ. ഡോക്ടർ, എത്ര രൂപ വേണമെങ്കിലും തരാം, പ്ലീസ്. എത്ര ചോദിച്ചാലും തരാമെന്നല്ലേ പറഞ്ഞത്? തരാം ഡോക്ടർ. 10,000 തരാമോ? ഓക്കെ. എങ്കിൽ നാളെ മുതൽ 4 ദിവസത്തേക്ക് നിങ്ങൾ എന്റെ ചികിത്സയിലാണ്.
എന്തിവിടെ അകപ്പെട്ടതാരും നിനക്കൊരു ബന്ധുവില്ലാഞ്ഞതോ? രാവണനാകുന്ന പൗലസ്ത്യനേഷ ഞാൻ ഏവമൻ കർമ്മദോഷത്താൽ അകപ്പെട്ടു. പാവകൻ തന്നെയും സാക്ഷിയാക്കിക്കൊണ്ട് രാവണനോട് സഖ്യം ചെയ്തു ബാലിയും കിഷ്കിന്ധയിൽ 1 മാസം ഇരുന്നിതു. തീർന്നെന്ന് അവന്റെ ഒടുക്കത്തെ കൂടി കുടിച്ച് അവൻ ഒരു പോക്ക് പോയി. ആരുടെ കാര്യമാണ് നീ പറയുന്നേ? അപ്പുറത്തെ മേരി ടീച്ചറുടെ കെട്ടിയോനെ ആ, ആ ചത്തങ്ങന്നേ. ഇനി ഏതായാലും രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. സത്യം. പാവം, ആ മേരി ടീച്ചർക്ക് ആരുമില്ല. ഇനി നമുക്കൊന്ന് പോയി നോക്കാം വല്യച്ഛ. വേണ്ട വേണ്ട. നമുക്കാണും പെണ്ണുമായിട്ട് അവനൊന്നല്ലേ ഉള്ളൂ. നമ്മുടെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമിക്കാനും ഉപദേശിക്കാനും നമ്മളല്ലേ അവനുള്ളൂ. ഇപ്പൊ എന്റെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ. നിങ്ങൾ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ എന്റെ മനസ്സുകൂടി തളർന്നു പോകും. എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലെയാണ്. എന്റെ മകന്റെ അഭിമാനത്തിന് പോറലേൽക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മാറി നിൽക്കുന്നത്. എങ്കിലും അവനറിയാതെ ഞാൻ നിന്നെ കൂടെ കൂടെ വന്ന് കാണാറുണ്ടല്ലോ. അവൻ പറയുന്നത് ശരിയല്ലേ? അതേ സാവിത്രി, അവന്റെ പ്രായത്തിൽ അവനേക്കാൾ ആദർശശുദ്ധിയോടെയാണ് ഞാനും ജീവിച്ചത്. ഒടുവിൽ നീ തളർന്നു വീണപ്പോൾ, ചുറ്റുപാടുകൾ എന്നെ ശ്വാസം മുട്ടിച്ചപ്പോൾ, ആരൊക്കെയോ വെച്ച് നീട്ടിയ കുറെ കറൻസി നോട്ടുകൾ ഞാൻ അറിയാതെ വാങ്ങിപ്പോയി. അതൊക്കെ ഓരോരുത്തർ അറിഞ്ഞു നൽകിയ സമ്മാനങ്ങൾ മാത്രമായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടതായിരുന്നില്ല. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കൈക്കൂലി വാങ്ങി, ചോദിച്ചു വാങ്ങി. ശ്രുതിക്ക് പണം വേണമെന്നറിഞ്ഞു. കേസ് പറയാൻ. എന്റെ മകന്റെ ആദ്യത്തെ കേസ് പണത്തിന്റെ കുറവുകൊണ്ട് പരാജയപ്പെടരുത്. മോൻ വരുന്ന സമയമായി, കണ്ടിട്ട് പോയാ പോരെ? ഇപ്പൊ വേണ്ട, ഞാൻ അവനെ പിന്നീട് കണ്ടോളാം. അച്ഛാ, എന്നോട് ക്ഷമിക്കൂ അച്ഛാ. ഇല്ല മോനെ, ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് മൈ ഗിൽറ്റി കോൺഷ്യസ്. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാണ് വന്നത്. ഇതാ നിനക്ക് ആവശ്യമുള്ള പണം. കേസ് നടത്തും. വേണ്ടച്ച, ആരുടെയൊക്കെയോ നോവിന്റെ ഫലമാണിത്. ആരുടെയും നോവിന്റെ ഫലമല്ല, മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നൽകിയ സേവനത്തിന്റെ വിലയാണ്. എന്നാലും കറബൂറിന്റെ ഈ കറൻസി. മോനെ, എന്റെ കുപ്പായത്തിന്റെ നിറം വെളുപ്പാണ്, സേവനത്തിന്റെ വെളുപ്പ്. അതിൽ ഒരു തുള്ളി കറ പുരണ്ടാൽ എളുപ്പം വിളിച്ചു പറയും. പക്ഷേ നിന്റെ കുപ്പായത്തിന്റെ നിറം കറുപ്പാണ്, നിയമത്തിന്റെ കറുപ്പ്. അതിൽ കറകളേ ഉള്ളൂ. ഒരു കള്ളം പോലും പറയാതെ ഈ തൊഴിൽ വിജയിക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ ശ്രമിക്കും. ശ്രമിച്ചാൽ നീ തോൽക്കുമോനെ. എന്താണ് ഈ കേൾക്കുന്നതൊക്കെ? നിന്നോടാ ചോദിച്ചത്, നേരാണോന്ന്? ചേട്ടാ, ചേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാനിവളോടും ചോദിക്കട്ടെ. ആ, അങ്ങനെ വിട്ടാ കൊള്ളില്ലല്ലോ. വാടിക്കോട്ടെ, വരാൻ.
വണ്ടി പെണ്ണെ ഡോണ്ട് ട്രൈ. എന്തിനാ കരുത്? നിനക്ക് ആളെ ഇഷ്ടമാണോ? ടെൽ മീ, ഡു യു ലവ് ഹിം? ഡു യു റിയലി ലവ് ഹിം? യെസ് ഡാഡി. സുധി നല്ലവനാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. മോക്ക് ഇഷ്ടമാണെങ്കിൽ ഡാഡിക്ക് ഇഷ്ടമാണ്, ഡാഡിക്ക് ഇഷ്ടമാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. മോള് നോക്കോ? ഡാഡി പറയാം. Come on, love. Come on. ചേട്ടാ, വിദേശികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്വാച്ചായത്. ഇതിനെ അവിടെ പിടിച്ചു പറയാം. എങ്ങനെയുണ്ട് സ്റ്റഫ്? അല്ല, ചേട്ടൻ സ്ലോ ആണല്ലോ. ഞാനത്ര സ്ലോ ഒന്നുമല്ല, നീ കൂടെ വരട്ടെന്ന് വിചാരിച്ചു. എന്ത് ചെയ്യാം, വിദേശികളോടിപ്പോ പഴയ പോലെ ആർക്കും മതിപ്പില്ല. എയ്ഡ്സ് മാരക രോഗമല്ലേ? അതിപ്പോ ഇന്ത്യയിലും വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ഓ, നമ്മളത്ര കഴിഞ്ഞാട്ടക്കാരൊന്നും അല്ല. ആണോ? നമ്മുടെ തറവാടിന്റെ കാര്യം തന്നെ നോക്കാം. ചേട്ടനാണെങ്കിൽ ഒരേ ഒരു മോൻ, എനിക്കൊരു മോള്. നമുക്കാണെങ്കിൽ 8 മുഴാള് സ്വത്തുമുണ്ട്, അല്ലയോ? ശരാ, നീ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ അർത്ഥം? കണ്ണന്റെ കണ്ണ് നിറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അവൻ എന്റെ മോനാ. ഇപ്പൊ അവന്റെ കണ്ണ് നിറയ്ക്കാൻ ഞാൻ പറഞ്ഞു, ഈ ഗ്ലാസ് നിറയ്ക്കും. അതുകൊണ്ട് ചേട്ടാ, അല്ല, പിള്ളേരുടെ ആഗ്രഹമല്ലേ നമ്മുടെ ആഗ്രഹം. എന്റെ മോള് ചേട്ടനെ മോളല്ലേ, അവളുടെ ഇഷ്ടമല്ലേ ചേട്ടന്റെ ഇഷ്ടം. അതൊക്കെ തന്നെ, പക്ഷേ ഒരു പക്ഷേമില്ല. അവൾക്ക് അവനെ ഇഷ്ടമാണ്, നമ്മളത് നടത്തി കൊടുക്കണം. നീ എന്താ പറഞ്ഞോണ്ട് വരുന്നേ? അവൻ ആ കൈക്കൂലിയുടെ മോനല്ലേ? അതിന് നമുക്കെന്താ ചേട്ടാ, അത് അന്നത്തെ കാര്യമല്ലേ. അവന്റെ അച്ഛൻ നമ്മുടെ വല്യപ്പൂപ്പന്റെ കുടിയാനവനായിരുന്നു. അതന്നല്ലേ. ഇന്നവൻ 1ാം തരം അഡ്വക്കേറ്റാ അല്ലേ? എന്നാലും അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മള് നിലയും വിലയും നോക്കണ്ടേ? മനുഷ്യന് വല്ല വിലയുണ്ടോ ചേട്ടാ? നമ്മുടെ ഇല്ലിക്കലെ നാരായണ മുൻഷി, നമ്മുടെ നാരായണ മുൻഷി 4 ആനയെ കിട്ടിയ തറവാട്ടിലെ ഏക സന്തതിയാ. വലിയ ഭാഷാ പണ്ഡിതനാ. എന്താ ഫലം? മത്സരിച്ച് ഉത്സവം നടത്തി സർവസ്വം എഴുതി വിറ്റു. ഇപ്പൊ ആരോ പറയുന്നത് കേട്ടു, കവിതയും പാടി കവലെ കൂടെ നടക്കുകയാണെന്ന്. പിന്നെ മനുഷ്യന് എന്താ ചേട്ടാ വില? ഒരു ശകലം കൂടെ ഒഴിക്കട്ടെ. എന്നാലും അവനെ തന്നെ വേണോന്നാണോ? പെണ്ണിന്റെ മനസ്സിൽ വേരോടിയാൽ പിന്നെ അത് പറിച്ചു മാറ്റുന്നത് അപകടമാ. ചേട്ടൻ അവനെ കണ്ടിട്ടില്ലേ? പിന്നെ നല്ല 1ാം തരം ചെറുക്കൻ. പുരുഷത്വമല്ലേ? ഇല്ലയോന്നോ? അവൻ ചോടക്കൂട്ടനല്ലേ? അവന്റെ പ്രസംഗം കേട്ട് ഞാനങ്ങ് അന്തിച്ചുപോയി. പഠിപ്പില്ലേ? പിന്നെ LLB ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്കാ. നമ്മുടെ മോക്ക് അവൻ ചേരത്തില്ലേ? അതല്ലേ ആരും ചോദിക്കുന്നേ. എനിക്ക് ഇതിന്റെ എന്തോ എവിടെ വാ, മോളെ കല്യാണം ഉടനെ നടത്തും. വല്യച്ഛൻ നടത്തും. ആരെ കൊണ്ടാ? സുധീറിനെ കൊണ്ട്. മോക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നടത്തും. അച്ഛന്റെ മനസ്സ് കാണാൻ ഈ മകന് കഴിഞ്ഞില്ലമ്മേ. എന്റെ അച്ഛനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. സാരല്ല മോനെ, പിണക്കം തീർന്ന് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചല്ലോ, അതാണ് എന്റെ സന്തോഷം. ഇനി എനിക്ക് ഒന്നേ ആഗ്രഹമുള്ളൂ, മോന്റെ കല്യാണം. അതും കൂടി നടന്നു കഴിഞ്ഞാൽ ഈ അമ്മ ഭാഗ്യവതിയാണ് മോനെ. ഹലോ, ഡോക്ടർ മാധവൻ തമ്പിയല്ലേ? അതെ, ഞാൻ പത്മനാഭൻ തമ്പിയാണ്. എന്താണ് പ്രത്യേകിച്ച്? ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പറയൂ. നിങ്ങളുടെ കുടുംബമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് വിരോധമുണ്ടോ? അതിനെന്താ? എണ്ണശ്ശേരി തറവാടുമായി ഒരു ബന്ധമുണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ.
എന്നാ വ്യാഴാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരും. ഈ വ്യാഴാഴ്ച? ഓക്കെ. എണ്ണശ്ശേരി തറവാട്ടുകാരെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല മോനെ. എടി, നീ എന്നെ കളിപ്പിച്ച വക്കീലിനെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു അല്ലേടി? വാടി വാടി. യെസ്, ഡിവൈഎസ്പി സ്പീക്കിംഗ്. എന്ത്? എവിടെ? ഞാൻ ഉടനെ വന്നേക്കാം. ഓക്കെ.
I love you all. Still, I love you all. Please leave me alone.